പാലക്കാട് വലിയ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് നീങ്ങിയ ബി.ജെ.പിക്ക് കനത്ത തിരിച്ചടിയാണ് വടക്കന്തറയിലെ 51-ാം വാർഡിൽ ബുധനാഴ്ച രാത്രി നടന്ന സംഭവം ഉണ്ടാക്കുന്നത്. വടക്കന്തറയിൽ പ്രചരണത്തിനിറങ്ങിയ രമേശ് പിഷാരടിയെ ബി.ജെ.പി കൗൺസിലർ സിന്ധുരാജന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് തടഞ്ഞത്. തുടർന്ന് ബി.ജെ.പി കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും ചെയ്തു. ഒടുവിൽ പ്രചാരണം പൂർത്തിയാക്കാനാവാതെ സ്ഥാനാർത്ഥി മടങ്ങുകയും ചെയ്തു. പ്രചരണത്തിനായി രമേശ് പിഷാരടി എത്തുന്നതിനു മുൻപ് ഈ ഭാഗത്തേക്ക് കടന്നുവന്ന UDFന്റെ അനൗൺസ്മെന്റ് വാഹനം ആദ്യം ബി.ജെ.പി പ്രവർത്തകർ തടയുകയായിരുന്നുവെന്ന് സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്ന KSU ജില്ലാ പ്രസിഡന്റ് നിഖിൽ കണ്ണാടി പറഞ്ഞു. വാഹനത്തിന്റെ താക്കോൽ ഊരിയെടുക്കുകയും പ്രചരണം തടസ്സപ്പെടുത്തുവാനും ശ്രമിച്ചു. പിന്നാലെയാണ് പിഷാരടി അവിടെ എത്തിയത്. ഈ സമയം സിന്ധുരാജിന്റെ നേതൃത്വത്തിൽ 20ഓളം ബി.ജെ.പി പ്രവർത്തകർ പിഷാരടിയെ ഈ ഭാഗത്തേക്ക് കടത്തിവിടില്ലെന്ന് അറിയിച്ച് തടയുകയായിരുന്നു. കൗൺസിലറുടെ വീട്ടിലേക്കല്ല വരുന്നതെന്നും ഇവിടെ മറ്റു വോട്ടർമാരെ കാണാനുണ്ടെന്ന് പറഞ്ഞെങ്കിലും ബി.ജെ.പി കൗൺസിലർ സമ്മതിച്ചില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. പ്രവർത്തകർ തമ്മിൽ വാക്കുതർക്കവുമുണ്ടായി. ഇതോടെ പ്രചരണം അവസാനിപ്പിച്ച് പിഷാരടി മടങ്ങുകയായിരുന്നു. ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധവുമായി എത്തിയിരിക്കുകയാണ് ഷാഫി പറമ്പിൽ MP. തിരഞ്ഞെടുപ്പിൽ വർഗീയമായ ചലനമുണ്ടാക്കുവാനുള്ള ശ്രമങ്ങളാണ് ബി.ജെ.പിയിൽ നിന്നുണ്ടാകുന്നത്. ഒരു അമ്മ പിഷാരടിയെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോഴാണ് ബി.ജെ.പിക്കാർ തടഞ്ഞു നിർത്തുന്നത്. അപ്പോഴും ആ അമ്മ ബി.ജെ.പിക്കാരോട് കോൺഗ്രസ് സ്ഥാനാർത്ഥി തൻ്റെ വീട്ടിൽ വരുന്നതിനെ എന്തിന് തടയുന്നുവെന്നും ചോദിക്കുന്നുണ്ട്. അതാണ് യഥാർത്ഥ പാലക്കാടിൻ്റെ മനസ്സെന്നും ഷാഫി പറമ്പിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. തോൽവി ബി.ജെ.പി അംഗീകരിച്ചതിൻ്റെ തെളിവാണ് ഈ പ്രവർത്തനങ്ങൾ. അതിനുള്ള പരിഹാരം ഏപ്രിൽ 9-ന് ജനങ്ങൾ നൽകുമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. ഒരു മണ്ഡലവും ആരുടെയും കോട്ടകളല്ല. കോട്ടകൾ പണിയുന്നതും അത് പൊളിക്കുന്നതും അന്നാട്ടിലെ ജനങ്ങളാണെന്നും ഷാഫി പറമ്പിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പാലക്കാട്ടേക്ക് തിരിക്കുന്ന ഷാഫി പിഷാരടി വിഷയത്തിൽ ശക്തമായ പ്രതിഷേധത്തിനും തുടക്കം കുറിക്കുന്നുണ്ട്. ഷാഫി പറമ്പിലിന്റെ വീഡിയോ കൂടി ചേർക്കുന്നുണ്ട്, കണ്ടു നോക്കാം. അത് ഇത് നാട്ടിലെ ജനാധിപത്യ സംവിധാനങ്ങൾ എന്താണെന്ന് അറിയാത്തവരും അറിയാൻ ശ്രമിക്കാത്തവരുമായിട്ടുള്ള ആളുകളുടെ പ്രതികരണമാണ്. സമാനമായ ഒരു ഇൻസിഡന്റ് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അത് ഞാനവിടെ മത്സരിക്കുന്ന സമയത്താണ്. അന്നാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം അവിടെ നിന്ന് കിട്ടിയത്. 17,000-ലധികം വോട്ടിനാണ് അന്ന് ജയിച്ചത്. ഞാൻ ഇപ്രാവശ്യവും പറയുന്നു, ഈ ചെയ്തതിനെയൊന്നും പാലക്കാട്ടെ ജനങ്ങൾ അംഗീകരിക്കില്ല. ആ പ്രദേശത്തെ ജനങ്ങൾ പോലും അംഗീകരിക്കില്ല. നിങ്ങൾ അതിന്റെ വിഷ്വൽസിൽ കണ്ടല്ലേ, രമേശ് പിഷാരടിയുടെ കയ്യും പിടിച്ചൊരമ്മ എൻ്റെ വീട്ടിലേക്ക് വരുന്നതിന് നിങ്ങൾക്ക് എങ്ങനെ തടസ്സം നിൽക്കാൻ കഴിയുമെന്ന് ആ കൗൺസിലറോട് ചോദിക്കുന്നത്. അപ്പൊ അതാണ് അവിടുത്തെ പാലക്കാട്ടെ യഥാർത്ഥ അമ്മ മനസ്സതാണ്. മറ്റത് ബി.ജെ.പി ഉണ്ടാക്കുന്ന സംഘർഷങ്ങളാണ്, കുഴപ്പങ്ങളാണ്. തോൽവി ഏകദേശം അവരും അംഗീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെയാണ് ആ കുഴപ്പങ്ങൾ. പക്ഷെ ആ കുഴപ്പങ്ങളൊക്കെ ജനങ്ങൾ അതിനുള്ള പരിഹാരക്രിയ ജനങ്ങൾ നടത്തും. അത് 9-ാം തീയതി നടത്തും, 4-ാം തീയതി അറിയും. പിഷാരടി കേരളത്തിന്റെ നിയമസഭയിൽ ഉണ്ടാവും. പാലക്കാട്ടെ ജനങ്ങളെ ബഹുമാനിച്ചും വിശ്വാസത്തിലെടുത്തുകൊണ്ടും പറയുന്നു, പിഷാരടി കേരളത്തിന്റെ നിയമസഭയിൽ ഉണ്ടാവും. ഇപ്പൊ ഈ ചിലര് കോട്ട എന്നൊക്കെ പറയുന്ന കോട്ട കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങൾ അവർ മനസ്സിലാക്കേണ്ടത്, എല്ലാ കോട്ടയും കെട്ടുന്നതും പൊളിക്കുന്നതും ഒക്കെ ജനങ്ങളാ. ജനങ്ങളെതിരായ ഒരു കോട്ടയും നിലനിൽക്കില്ല. അപ്പൊ ഇവിടെ തന്നെ ഈ നിൽക്കുന്ന മനുഷ്യൻ പാല എന്ന് പറയുമ്പോൾ ഒരു കാലത്ത് നമ്മൾ എന്താ പ്രതീക്ഷിച്ചിരുന്നത്? പക്ഷെ അദ്ദേഹം വന്ന് കഴിഞ്ഞ ബൈ-ഇലക്ഷൻ ഒരു പോരാട്ടം നടത്തിയപ്പോൾ എന്താ ഉണ്ടായി? കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഇവിടെ ഒരു മത്സരം നടത്തിയപ്പോൾ എന്താ ഉണ്ടായത്? അപ്പൊ മാണി സി കാപ്പൻ എന്ന് പറയുന്ന നേതാവ് പാലയിലെ ജനങ്ങളെ എങ്ങനെ കൂടെ നിർത്തുന്നു എന്നുള്ളത്. അപ്പൊ ജനങ്ങൾ കെട്ടുന്ന കോട്ടകളാണ്, കോട്ടകൾ പൊളിക്കുന്നതും ജനങ്ങളാണ്. അപ്പോൾ തൃക്കരിപ്പൂരാണെങ്കിലും പാലക്കാടിന്റെ ചില പ്രദേശങ്ങളൊക്കെ ആണെങ്കിലും കോട്ടയാണ്, വേറെ ആരും വരാൻ പാടില്ല, വോട്ട് ചോദിക്കാൻ പാടില്ല, സ്ലിപ്പ് കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നതിനകത്ത് ജനാധിപത്യ വിരുദ്ധത ജനങ്ങളും തിരിച്ചറിയില്ലേ? ഒരു വോട്ട് ചോദിച്ചാൽ ഒരു ബോർഡ് വെച്ചാൽ ഒരു സ്ലിപ്പ് കൊടുത്താൽ തകർന്നു പോകുന്ന കോട്ടകളാണെങ്കിലൊന്നും കോട്ടകളല്ലല്ലോ. എന്തായാലും പാലക്കാട്ടെ ജനം ഇതിനും കൂടെ ചേർത്തിട്ടായിരിക്കും പാലക്കാട്ടെ ജനങ്ങൾ പ്രതികരിക്കുക. ഇവിടെയുള്ള എല്ലാ പ്രിയപ്പെട്ടവരോടും പറയുന്നു, 6 നമ്പർ, ട്രക്കാണ് ചിഹ്നം. ജയിച്ചു വന്നാൽ UDFന്റെ ഗവൺമെന്റ് വന്നാൽ നിങ്ങൾക്ക് അറിയാം, അത് പാലായിലേക്ക് വരും. അതാണ് അതിന്റെ അവസരം. പാലായിലേക്ക് ഒരു നല്ല കാലം വികസന കാര്യങ്ങളിൽ വീണ്ടും എത്താൻ പോവുകയാണ്. ആ അവസരം പാലായിലെ ജനങ്ങൾ അവർ കളയില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കേന്ദ്ര സർക്കാരിന്റെ സമീപനങ്ങളും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പം ഇന്നലെ പാർലമെന്റിൽ അവർ കൊണ്ടുവരാൻ ശ്രമിച്ച ബില്ല്, അതിനെതിരെ പ്രതിപക്ഷം നടത്തിയ പോരാട്ടം, അതൊക്കെ കൃത്യമായിട്ട് ജനങ്ങൾ വീക്ഷിക്കുന്നുണ്ട്. മാണി സി കാപ്പൻ തീർച്ചയായിട്ടും വലിയ ഭൂരിപക്ഷത്തോടെ, അതൊന്നും പറയാൻ ഞാൻ അധികാര സ്ഥാനത്തിരിക്കുന്ന ആളുകളല്ല. അദ്ദേഹം ജയിച്ചും ഗവൺമെന്റൊക്കെ വന്നാൽ എന്തൊക്കെ സംഭവിക്കുന്നുള്ളതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അതൊക്കെ അതിന്റെ ഉന്നതരായ നേതാക്കന്മാർ പറയട്ടെ. എന്തായാലും ജനങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ട്, അത് ഉറപ്പാണ്.